നമസ്കാരം, ഞാൻ ബീന വിജയൻ. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മാങ്ങ കൊണ്ടുള്ളൊരു വിഭവമായാലോ? ഒരു മാങ്ങ മപ്പാസ്. മാങ്ങ മപ്പാസിന് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മാങ്ങ മപ്പാസിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫ്രഷ് ആയിട്ടുള്ള ഒരു മാങ്ങ, നല്ല പുളിയുള്ളത്. പിന്നെ ഒരു ചെറിയ സവാള ഉള്ളി. ഈ സവാള ഉള്ളിക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ആകാം. പിന്നെ ഒരു കുടം വെളുത്തുള്ളിയുടെ പകുതി, ഒരു കഷ്ണം ഇഞ്ചി, 5-8 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഇതിനാവശ്യമായ പൊടികൾ: കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ ഇത് തേങ്ങാപ്പാലാണ്. ഒരു മുറി തേങ്ങയുടെ പാലാണ് ഇതെടുത്തിരിക്കുന്നത്, അതായത് ഒരു തേങ്ങയുടെ പകുതി. അതിൽ നിന്ന് 1 ഗ്ലാസ് ആദ്യത്തെ പാലും 2 ഗ്ലാസ് രണ്ടാമത്തെ പാലുമായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ഇത് ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക്, ഉലുവ, പിന്നെ അല്പം ഗരം മസാല. ഇത്രയും സാധനമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം കേട്ടോ. ഇനി ഇത്രയും സാധനമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്, അത് ഞാൻ പ്രിപ്പറേഷൻ സമയത്ത് കാണിക്കാം. ഇനി ഇതെല്ലാം കൂടി എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ മാങ്ങ മപ്പാസിനുള്ള മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടിരിക്കണം. അധികം പുളിയുള്ളത് ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടുന്നത്, അല്ലെങ്കിൽ നല്ല പുളിയായി പോകും. ഇതിന് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഈ ഉള്ളി വഴണ്ട് വരത്തക്ക രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണിത്. ഇതിന് ശേഷം നമ്മൾ സവാള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് നമ്മളിതിലിട്ട് വഴറ്റുകയാണ്. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് കൂടുതലായിട്ടും വരുന്നത്. മുളക് പൊടി കുറച്ചാണ് നമ്മൾ ഇടുന്നത്, അതാണ് മുളക് ഇത്ര എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇത് ഒന്ന് നല്ല രീതിയിലൊന്ന് വഴണ്ടു വരണം. ഈ മാങ്ങ മപ്പാസ് ശരിക്കും അങ്കമാലിക്കാരുടെ മെയിൻ വിഭവമാണ്. കല്യാണ തലേ ദിവസങ്ങളിൽ അങ്കമാലി, തൃശ്ശൂർ തൊട്ട് വടക്കാഞ്ചേരി വരെയും മിക്ക വീടുകളിലെയും കല്യാണ തലേ ദിവസങ്ങളിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു വിഭവമായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷെ അവർ വയ്ക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അങ്കമാലിക്കാർ വയ്ക്കുന്ന ആ രീതിക്കല്ല ഞാൻ വയ്ക്കുന്നത്. അത് അവർ എല്ലാം കൂടി ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് തിരുമ്മി, ഇതുപോലെ വഴറ്റുന്നില്ല, എല്ലാം തിരുമ്മി മാങ്ങ സഹിതം തിരുമ്മി വെള്ളമൊഴിച്ച് ആവശ്യത്തിന് പൊടികളിട്ട് തിളപ്പിച്ച് ആ രീതിയിലാണ് അവരുണ്ടാക്കുന്നത്. നമ്മളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എനിക്കിത് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്, അതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നത്. ഇതൊരുവിധം നല്ല രീതിയിൽ വഴണ്ട് വരട്ടെ. നമ്മുടെ ഉള്ളിയെല്ലാം ഇതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമ്മൾ ഇടുകയാണ്. തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണാണ് പിരിയൻ മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഇടുന്നു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് നമ്മൾ കുമിച്ചെടുത്തേക്കുവാണ് മല്ലിപ്പൊടി ഇടുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾ ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇതിൻ്റെ പച്ചമണം എല്ലാം പോണം. ഏത് പൊടി, എന്ത് കറി വയ്ക്കുമ്പോഴാണേലും നമ്മൾ ഈ പൊടികൾ ഇടുമ്പോൾ മൂത്ത് വരണം, അത് വളരെ പ്രധാനമാണ്. നമ്മുടെ പൊടികളെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ മാങ്ങ വെള്ളത്തിൽ പോയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റോളം വെള്ളത്തിൽ കിടന്നു. ഇതൊന്ന് നന്നായിട്ടൊന്ന്, ഒരുപാട് പുളി ഉണ്ടെങ്കിൽ അതിൻ്റെ പുളി ഒന്ന് പോകാൻ വേണ്ടിയാണ്.
ഈ മാങ്ങയിട്ട് നമ്മുടെ 2-3 പ്രാവശ്യം ഇളക്കി അരപ്പൊക്കെ മാങ്ങയിലേക്കുള്ള പിടിച്ച് അതിനുശേഷം നമ്മൾ ഈ 2ാം പാൽ ഒഴിക്കുകയാണ്. ഈ 2ാം പാലിൽ കിടന്ന് ഈ മാങ്ങ വേകണം. ഇതിനാവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇത് നമ്മൾ മൂടി വെച്ച് ഇപ്പോൾ ഒരു 10 മിനിറ്റോളമായി. മാങ്ങയാണ്, പെട്ടെന്ന് വേവും. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയായിരുന്നു. മാങ്ങയെല്ലാം വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാങ്ങയെല്ലാം കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പറേഷൻ സമയത്ത് ഒരു ഇൻഗ്രീഡിയൻസ് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ പാലൊഴിച്ച് ഇളക്കി ആവശ്യത്തിന് ഉപ്പും അല്പം ഗരം മസാല ഇട്ട് ഇളക്കി എടുക്കുക എന്നുള്ളതാണ് പണി. അതിനു മുമ്പ് നമ്മുടെ ഇത് അപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി, പുട്ടിൻ്റെ അല്ല, അപ്പത്തിൻ്റെ അരിപ്പൊടി 1 സ്പൂൺ എടുത്തിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് ഈ കറിക്ക് അല്പം കൂടി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ രുചിയും കൂടും. ഇത് കട്ടയില്ലാതെ ഇളക്കി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. തീ അല്പം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ പാൽ ഒഴിക്കുകയാണ്. ഇത് കുറച്ച് അര ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത 1 ഗ്ലാസ് പാലാണ്. വെള്ളം ചേർക്കാത്ത പാലല്ല, അതുകൊണ്ട് അല്പം തിളച്ചു എന്ന് വെച്ച് കുഴപ്പമില്ല. ഞാൻ അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതുകൊണ്ട് അല്പം തിളയ്ക്കണം. എന്നാന്ന് വെച്ചാൽ വെള്ളം കൂടി ഉണ്ടല്ലോ. തേങ്ങയുടെ വെള്ളം ചേർക്കാത്ത പാലാണെങ്കിൽ തിളയ്ക്കാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ അല്പം വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയിൽ നന്നായി അടിച്ച് എടുത്ത ആദ്യത്തെ പാലാണ്. അപ്പോൾ അത് തിളച്ചില്ലെങ്കിൽ ഈ കറി ചീത്തയായി പോകും. ഈ തൻപാലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും തന്നെ തേങ്ങയ്ക്ക് വെള്ളം ചേർക്കാതെ ഞെരടി പിഴിഞ്ഞെടുക്കുന്ന ആ പാലാണെങ്കിൽ തിളയ്ക്കാൻ പാടില്ല. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് എല്ലാം പാകമാണോന്ന് നോക്കണം. ഇനി നമുക്ക് അല്പം ഗരം മസാല ഇടാനുണ്ട്. ഇത് സ്പൈസസ് ഒക്കെ കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് 1 പിഞ്ച് ഇട്ടാൽ മതി, കുറച്ചിട്ടാൽ മതി. സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം. ഇത് ഇപ്പം നമ്മൾ അല്പം ഗരം മസാല ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ തന്നെ ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇടണം. കുറച്ചിട്ടാൽ മതി. ഇപ്പം നമ്മുടെ മാങ്ങ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അല്പം പഞ്ചസാരയും കൂടി ഇട്ടു. തെള്ള വന്നപ്പോൾ നമ്മളത് ഓഫാക്കി. ഇനി ഇതിന് നമ്മളൊന്ന് കടു താളിക്കുന്നുണ്ട്. ഇതിലേക്ക് താളിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് കുറച്ച് ഉലുവ ഇടണം. മാങ്ങയ്ക്ക് കുറച്ച് ഉലുവയുടെ ആവശ്യമുണ്ട്. ഉലുവ ഇട്ടു. അതിലേക്ക് 2 വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് താളിക്കുകയാണ്.
ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകർത്താം. നമ്മുടെ മാങ്ങ മപ്പാസ് റെഡി ആയിരിക്കുകയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അങ്ങനെ നമ്മുടെ മാങ്ങ മപ്പാസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.